മലയോര മേഖലയിൽ ഈ കാട്ടാന ശല്യം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പല തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം കാര്യക്ഷമമായ ശാശ്വതമായ ഒരു പരിഹാരം കാണണ്ടേ? ഇവിടെ പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ഇതിന്റെ സെൻസസ് എടുത്ത് നോക്കി, ആനയുടെ സെൻസസ് എടുത്ത് നമുക്ക് വനത്തിനകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നതിനെ ജനസംഖ്യയുണ്ട്, അതിനകത്ത് സംഖ്യയുണ്ട്, വന്യമൃഗത്തിന്റെ സംഖ്യയുണ്ട്. അതൊന്ന്. രണ്ട്, മായി ബന്ധപ്പെട്ട് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ട് മറ്റൊരു വാർത്തയിലേക്ക് പോകും. പക്ഷെ ഇതൊരു കേരളത്തിന്റെ വലിയൊരു ദുരന്തമായി ഭാവിയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയിലായിരിക്കാം. പക്ഷേ ഭാവിയിൽ എന്ന് പറയുമ്പോൾ അതിനാൾ വേണ്ട, ചിലപ്പോൾ 6 മാസം 1 മാസമാവും. എല്ലാ ഈവൻ കോർപ്പറേഷൻ ലിമിറ്റിലും അതോടെ മുനിസിപ്പാലിറ്റി ലിമിറ്റിലും പഞ്ചായത്ത് ലിമിറ്റിലും എല്ലാം ഇത് വന്നിറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ കാട്ടുപന്നികളൊക്കെ നാട്ടിൽ എല്ലായിടത്തുമായി. അപ്പോൾ ഇതൊരു ദുരന്തമായി കേരള സംസ്ഥാനത്ത് മാറുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. ആ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ശാശ്വത പരിഹാരം എന്നൊക്കെ നമ്മൾ പറയുന്നിടത്ത് ശരിയാണ്, കുറച്ചുകൂടി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് വലിയൊരു ക്യാൻവാസ് ആണ്. അതിനപ്പുറത്തേക്ക് ഫെൻസിങ് ഏറ്റവും അടിസ്ഥാനമാണ്. ഫെൻസിങ് പോലും മര്യാദയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ അവിടെ ഇല്ല എന്ന് പറയുകയാണ് അവിടെയുള്ള നാട്ടുകാര്. ഏറ്റവും അടിസ്ഥാനമായി ചെയ്യുന്ന കാര്യമാണല്ലോ. അതെ, അതുകൊണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത്. നമുക്ക് പല രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യാം. ഫെൻസിങ് ഉണ്ടാകും, ഇതിന്റെ ജനസംഖ്യ കുറയ്ക്കാൻ കഴിയും, അതുകൂടാതെ കൂടുതൽ നിരീക്ഷണം നടത്താൻ, ഇതൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു നമ്മുടെ വനം വകുപ്പിന് റാപ്പിഡ് എൻഫോഴ്സ്മെന്റ് ടീമുണ്ട്. ആ ടീം ഇവിടെ ഇങ്ങനെയുള്ള വണ്ണറബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട്ടാനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള മേഖലകളിൽ അവിടെ ഫെൻസിങ് ചെയ്യുവോ അല്ലെങ്കിൽ നിരീക്ഷണം കൂടുതൽ നടത്തുകയോ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ഒരു തീരുമാനം കൂടെ വരണം. ഞാനത് പറയുന്ന മറ്റൊന്നുമല്ല, ഈ നിർവചനം കൊണ്ടുവന്നപ്പോൾ, ഈ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് നിർവചനം കാട്ടുമൃഗം എവിടെ ഉണ്ടാകും അല്ലെങ്കിൽ എവിടെയാണ് സംരക്ഷണം കൊടുക്കേണ്ടതെന്നുള്ള നിർവചനത്തിൽ പറഞ്ഞില്ല. വന്യമൃഗം പുറത്തേക്ക് വന്നാലും അവർക്കാണ് പ്രൊട്ടക്ഷൻ, ജനത്തിനില്ല. പക്ഷെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരിക്കലും കേരള സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാവില്ല. കാരണം അതിനുള്ള അടിസ്ഥാന സൗകര്യമില്ല. 125 പോലീസ് ഫോറസ്റ്റ് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ 11,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് വനമുള്ള ഈ പ്രദേശത്ത്, ഈ ചുറ്റുപാടുമുള്ളിടത്ത് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ, വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പോലീസിനെ ഏൽപ്പിക്കണം. ഞാനത് കൃത്യമായി വ്യക്തമായിട്ട് മീറ്റിങ്ങുകളിലും സ്റ്റേറ്റിന്റെയും സെൻട്രൽ മീറ്റിംഗിൽ പറഞ്ഞു. കാരണം എന്താണ്? അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി എടുത്ത് നോക്കുക, മോട്ടോർ വെഹിക്കിളിലെ മിനിസ്ട്രി എടുത്ത് നോക്കുക. അവിടെ ആർക്കാണ് ഈ പറയുന്ന ഓവർ സ്പീഡ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാനുള്ള അധികാരം MVIക്കല്ലേ? പക്ഷെ ആരാ ഇപ്പം നോക്കുന്നത്? 2 ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നു. ഏറ്റവും നോക്കുന്ന പോലീസാണ്. കാരണം MVIക്ക് അതിനുള്ള ഫോഴ്സ് ഇല്ല. പക്ഷെ വളരെ ഫലപ്രദമായി പോലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് 550-ലധികം പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളൊക്കെ നിരീക്ഷിക്കുവാനും പോലീസിന് കഴിയും. ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തുകൊണ്ട് ഒരിക്കലും ഒരു സംരക്ഷണം നമുക്ക് കിട്ടില്ല. ഈ തരത്തിലുള്ള, അതായത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പോലീസിന്റെ കൂടി ഇടപെടൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിന് ഫോറസ്റ്റ് സ്റ്റേഷനുകളില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ജോസ് കെ മാണി പ്രതികരണം നടത്തിയിരിക്കുന്നത്.